അടുത്തത് 1 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള 2 ചെറിയ പോയിൻറ്റ്സാണ്. അതായത് ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്? ബാരോമീറ്റർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബാരോമീറ്റർ. അതുപോലെ ഗോജ് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഒക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അടുത്തത് നമുക്കൊരു ലോ നോക്കാം. പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അതെന്താ പറയുന്നത് വെച്ചാൽ വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് ഒരു ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു വെസലിൻ്റെ ഏത് പാർട്ടിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താലും അത് അതിൻ്റെ ആ വെസലിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ ഫ്ലൂയിഡ് പാർട്ടിലും ഒരുപോലെയാണ് ആക്ട് ചെയ്യുക. സപ്പോസ് നമ്മൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന എന്ത് വെസൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന വെസൽ. അപ്പോൾ ഇനി എന്ത് ചെയ്തു? ഈ വെസലിൽ എന്ത് ചെയ്തു? പ്രഷർ ഈ ഒരു ഭാഗത്ത് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്തു. ഒരു പ്രഷർ ഇങ്ങനെ എന്ത് ചെയ്തു? എക്സേർട്ട് ചെയ്തു. അതെന്ത് ചെയ്യും? ഇവിടെ ചിലപ്പോൾ ഈ പോയിന്റിൽ അപ്ലൈ ചെയ്ത പ്രഷർ അല്ലെങ്കിൽ ഈ പോയിന്റിൽ അപ്ലൈ ചെയ്ത പ്രഷർ അല്ലെങ്കിൽ ഈ പോയിന്റിൽ അപ്ലൈ ചെയ്ത പ്രഷർ എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും, ഈ വെസലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്? പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ പറയുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ് കണ്ടെയ്ൻ ആയിട്ടുള്ള വെസലിൻ്റെ ഏത് പാർട്ടിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താലും അത് അതിൻ്റെ എല്ലാ ഭാഗത്തിലോട്ടും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. അൺഡിമിനിഷ്ഡ് അതിൻ്റെ ഈക്വലി, അതായത് ഒരു കുറവൊന്നും വരാണ്ട് ഈക്വലി ആയിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. നമ്മൾ ഈ കാറിൻ്റെ ഷോറൂമിലൊക്കെ പോയാൽ നമുക്ക് കാണാം ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മുടെ വെഹിക്കിൾ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതിൻ്റെ അടിയിൽ എന്താണ്? ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ ഇത് രണ്ട് പിസ്റ്റൺ ആണ് കേട്ടോ. ഇതാണ് എന്ത്? സ്മോളർ പിസ്റ്റൺ. ഇതാണ് സ്മോളർ പിസ്റ്റൺ, ഇത് ലാർജർ പിസ്റ്റൺ. അപ്പോൾ ഈ സ്മോളർ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? F1 ആണ്. സ്മോളർ പിസ്റ്റണിൽ F1 എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പാസ്കൽസ് ലോ പറഞ്ഞനുസരിച്ച് ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഇവിടെ കാണിച്ചിട്ടുള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഒരു വെസലായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ എന്ത് ചെയ്യും? ഈ ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ F2 എന്നുള്ളൊരു വേറൊരു പ്രഷർ ഉണ്ട്. അതായത് ലാർജർ പിസ്റ്റൻ്റെ അവിടെ എന്ത് പ്രഷറല്ല, ഒരു ഫോഴ്സ് ഉണ്ട്. F2 എന്ന് പറയുന്ന ഒരു വേറൊരു ഫോഴ്സ് ഉണ്ട്. ഒന്നാമത്തെ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് F1 എന്നും രണ്ടാമത്തെ ലാർജർ പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ F2 എന്നും വിളിച്ചു. അതുപോലെ ഈ സ്മോളർ പിസ്റ്റൻ്റെ ഏരിയ എന്താണ്? A1 ആണ്. സ്മോളർ പിസ്റ്റൻ്റെ ഏരിയ A1 എന്ന് വിളിച്ചു. ലാർജർ പിസ്റ്റൻ്റെ ഏരിയനെ നമ്മൾ A2 എന്ന് വിളിച്ചു. ഇതാണ് ഫിഗറിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഇനി പ്രഷർ ഓൺ ദ സ്മോളർ പിസ്റ്റൺ. നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ ഓൺ സ്മോളർ പിസ്റ്റൺ. പ്രഷർ ഓൺ സ്മോളർ പിസ്റ്റൺ. ചെറിയ പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്താണ്? അത് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടെയുള്ള ഫോഴ്സ് F1ഉം അതുപോലെ ഏരിയ എന്ന് പറയുന്നത് A1. അപ്പോൾ F1/A1 എന്ന് കൊടുത്തു. അതുപോലെ പ്രഷർ ഓൺ നമ്മൾ പാസ്കൽസ് ലോ അനുസരിച്ച് എന്താണ്? പ്രഷർ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു.
പാസ്കൽസിനനുസരിച്ച് എന്താണ് ഈ പി എന്നുള്ള ഫസ്റ്റ് പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എല്ലാ ഡയറക്ഷനിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി, അതായത് സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലായിട്ട് ലാർജർ പിസ്റ്റണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഈക്വലി ടു ദി ലാർജർ cylinder with a larger piston of area, with a larger piston of area A2, producing an upward force F2. അതായത് ഒന്നുമില്ല, നമ്മൾ ഈ ഫിഗറിൽ നോക്കിയറിയാം, ഇവിടെ F1 എന്നുള്ള പ്രഷർ അപ്ലൈ ചെയ്തു, ആ പ്രഷർ ഇങ്ങനെ വന്ന് ഇവിടെ F2ൽ അപ്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പാസ്കൽസ് ലോ അനുസരിച്ച് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഇതിൻ്റെ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ F2 എന്നുള്ള വേറൊരു പ്രഷർ ഉണ്ടാകും. അതായത് നമുക്ക് എന്ത് പറയാം, ഈ സ്മോളർ പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്താണ്, സെയിം ആണ്. അപ്പോൾ നമ്മൾ ലാർജർ പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ ഓൺ ലാർജർ പിസ്റ്റൺ നമ്മൾ P2 എന്ന് വിളിച്ചു. അതായത് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. അതുപോലെ ലാർജർ പിസ്റ്റൻ്റെ ഏരിയ നമ്മൾ A2 എന്ന് വിളിച്ചു. അത് നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. ഇനി പാസ്കൽസ് അനുസരിച്ച് രണ്ട് ഫോഴ്സ് എന്താണ്, അതല്ലെങ്കിൽ രണ്ട് പ്രഷർ എന്താണ്, സെയിം ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 1ഉം 2നെ നമ്മൾ എന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 1 എന്ന് പറയുന്നത് P = F1/A1 ആണ്. P2 എന്ന് പറയുന്നത് F2/A2 ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് വലിയ പിസ്റ്റണിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ്. അത് നമുക്ക് എങ്ങനെ കാണാം, ഈ F2നെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ F2 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു A2/A1 എന്ന് കിട്ടും. F2 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു A2/A1. ഇതാണ് പാസ്കൽസ് ലോയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണം, ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റിലെ ചെറിയ പിസ്റ്റണിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. പാസ്കൽസ് ലോ അനുസരിച്ചിട്ട് അത് ആ വെസലിൻ്റെ എല്ലാ സൈഡിലോട്ടും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിന് ലാർജർ പിസ്റ്റണിലും ആ ഫോഴ്സ് അപ്വേർഡായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടിയുടെ റിപ്പയറിങ്ങിന് അല്ലെങ്കിൽ വാഷിങ്ങിന് ചെല്ലുമ്പോൾ ഈ വണ്ടി മുകളിൽ പൊക്കി വയ്ക്കുന്നത്. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻ ടു ലിഫ്റ്റ് കാർസ് വിത്ത് മാക്സിമം മാസ് ഓഫ് 3000 kg. The area of cross section of the piston carrying 425 cm². What is the maximum pressure would be the small piston have to bear? അതായത് നമുക്കിവിടെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. മാക്സിമം എത്ര വെയിറ്റ് പൊക്കാം, 3000 kg വരെ വെയിറ്റ് അതിന് പൊക്കാൻ സാധിക്കും. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ ക്യാരിയിങ് 425 cm. അതായത് നമ്മുടെ ഈ വണ്ടിയുടെ പിസ്റ്റൺ ക്യാരിയിങ്, ഇതാണല്ലോ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ കാർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് P1 അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ P1, ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ P2. ഇതാണ് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന F1 എന്നുള്ള ഫോഴ്സ് ഇവിടെ F2 ആയിട്ട് എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് പാസ്കൽസ് ലോ അനുസരിച്ച് എന്താണ്, ഈ രണ്ട് ഫോഴ്സും P1 എന്ന് പറയുന്നത് എന്താണ്, P2നോട് ഈക്വലാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രോബ്ലം ചെയ്യാൻ എന്ത് വേണം, നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക്
എടുത്തെഴുതാം. ഇവിടുത്തെ മാസ് എം എന്ന് പറയുന്നത് 3000 kg. അതുപോലെ A2 രണ്ടാമത്തേയുടെ ഏരിയ ഏതാണല്ലോ ക്യാരി ചെയ്യുന്നത്, അതിനാണ് നമ്മൾ A2 എന്ന് വിളിച്ചത്. 4225 cm². ഇതാണ് ഏരിയ. സ്മോൾ പിസ്റ്റണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം പ്രഷറാണ് നമുക്ക് കാണേണ്ടത്. അതായത് അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം, രണ്ട് പിസ്റ്റണിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്താണ്, സെയിം ആണ്. പ്രഷർ ഓൺ 2 piston എന്താണ്, വിൽ ബി സെയിം. 2 pistons വിൽ ബി സെയിം എന്ന് പറയാം. അതായത് P is equal to F1 by A1 is equal to F2 by A2 എന്ന് പറയാം. അതായത് P is equal to F2 by A2 ആണെന്ന് നമുക്കറിയാം. അത് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ടു F is equal to mg ആണെന്ന് നമ്മൾ കുറേ ചാപ്റ്റേഴ്സിൽ നമുക്കറിയാം. അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ F2 നോക്കാൻ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, mg എന്ന് കൊടുക്കും. പിന്നെ A2 അതുപോലെ തന്നെ കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മാസിന് പകരം 3000 ഇൻറ്റു 9.8, ഗ്രാവിറ്റേഷന് പകരം G എന്ന് കൊടുത്ത് 9.8, 425 ഇൻറ്റു 10⁻⁻⁴ കൊടുക്കും. ഇവിടെ -4 വരാൻ കാരണം നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സെൻറ്റിമീറ്റേഴ്സിൻ്റെ വാല്യൂസ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻⁻⁴ വെച്ച് ചെയ്യാം. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 7 പോയിൻറ്റ് സംതിങ് ഒക്കെ വരാൻ, 7 പോയിൻറ്റ് സംതിങ് ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ, ആ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും, അതായത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 8 അല്ലെങ്കിൽ 7ൻ്റെ അടുത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു വാല്യൂ. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കലാണ് എക്സേർട്ട് ഫസ്റ്റ് പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം പ്രഷർ എന്ന് പറയുന്നത്.